ഹിന്ദ്. നിങ്ങളോട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സ്ട്രോങ് ബലമായ നമ്മുടെ CP നൗഷാദ് ഖാനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പ്രോഗ്രാം ഇത്രയും എത്തി. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും വന്നിട്ടുണ്ടാവുമെന്ന്. പക്ഷേ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇനിയും കുറേ പേർ വരുവാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും പോകരുത്. നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം പലരും വരുമെന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. ചിലർ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ട് പലരും ഓരോ വഴിയിലാണ്. എല്ലാവരും എത്തും. ഇനിയും ഒരുപാട് പേര് ഇവിടെ എത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. എന്തെങ്കിലും വളരെ നിർബന്ധമുള്ളവരല്ലാതെ ആരും തന്നെ പോകരുത്. ഇനിയും നിങ്ങളുടെ ഒരുപാട് കൂട്ടുകാരിവിടെ വരുവാനുണ്ട്. ഇത്രയും പേരെ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത്. ഈ ഹാള് എന്തായാലും നമുക്ക് മതിയാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ പ്രോഗ്രാമിൽ ഒരുപാട് പേര്, നമ്മുടെ പഴയ ഒരുപാട് ഫ്രണ്ട്സ് പങ്കെടുക്കുന്നുണ്ട്. അവരുടെ പേര് പറഞ്ഞാൽ അത് ഒതുങ്ങില്ല. അതുകൊണ്ട് ഒരുപാട് പേര് പങ്കെടുക്കാറുണ്ട്. എല്ലാവരെയും വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ പഴയ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തായാലും തിരിച്ചു കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സക്കീർ സാറിൻ്റെ വൈഫ് വളരെയധികം ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഉപ്പ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരും അവരുടെ ചെറിയ കുട്ടിയുമായ ഞങ്ങൾ വിളിക്കാറുള്ള ബെൻടൻ എന്ന് വിളിക്കാറുള്ള അവനെയുമായി നാട്ടിൽ പോയിരിക്കുകയാണ്. എന്നാണ് തിരിച്ചു വരിക എന്ന് അറിയില്ല. എങ്കിലും നമ്മുടെ വിവരങ്ങളൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഭാവി പ്രവർത്തനങ്ങൾ അത് ഇപ്പോൾ പറയണമെന്നുണ്ടായിരുന്നു. അതിന് എങ്കിലും സമയക്കുറവ് കൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും നമുക്ക് അവസരങ്ങളുണ്ട്, ആ സമയത്ത് പറയും. നമ്മുടെ ഒരു ചെറിയ ഗാനമേളയ്ക്ക് മുമ്പ് നമ്മുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട്, ജനറൽ ബോഡി ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാവും. അതിലെല്ലാവരും സജീവമായി പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവരും കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ ഞാൻ പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സമയക്കുറവുണ്ട്. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് പേര് നമുക്കിവിടെ പല ഓഫേഴ്സും തന്നിട്ടുണ്ട്. ആ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി സംബന്ധമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ബഷീർ സാർ പറഞ്ഞത് തന്നെ എടുത്ത് പറയാം. അതല്ലാതെ പലരും, പിന്നെ നമ്മളിവിടെ പ്രവർത്തിക്കുന്നവർ തന്നെ നമുക്ക് ഒരു അത്താണിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന നമ്മുടെ KMM പ്രൊഡക്ട്സും അവർക്കും വലിയൊരു സഹായമായിരിക്കും നമ്മുടെ ഈ പ്രവർത്തനം. നമ്മുടെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർക്ക് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട്, റസൽ, യാസിർ എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അതുമാത്രമല്ല, അവരെ ഇത് എത്രത്തോണ്ട് ഇനി വലുതാവുമെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇത് KMM സ്റ്റുഡൻസ് വരികയാണ്. ഇനി ഈ സംഘടന വലുതാവുകയല്ലാതെ ചെറുതാവുകയില്ല. അപ്പോൾ ഒരിക്കലും ഈ സംഘടന രൂപീകരിച്ചവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അതെനിക്ക് വിനീതമായി പറയുവാനുള്ളതാണ്. ഇത് സംഘടന രൂപീകരിച്ച ഒരിക്കലും മറക്കരുത്. അവർ ചെയ്ത ത്യാഗങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്ന് അറിയില്ല. എങ്കിലും അത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. പലരെയും ക്ഷണിക്കുമ്പോൾ കിട്ടിയ അനുഭവങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കാരണം ഈ പരിപാടിക്ക് 9 മണിക്ക് വരുന്നതിന് വേണ്ടി പറയുമ്പോൾ ചിലർ പറഞ്ഞിരുന്നത് 9 മണിക്കോ എന്ന് ചോദിച്ചിട്ട് ഒരു മാനസികമായും വിഷമം ഉണ്ടാക്കുന്ന മറുപടികൾ കിട്ടിയിട്ടുണ്ട്. പലരും 9 മണിക്ക് വന്നിട്ടുമുണ്ട്. എങ്കിലും അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ചത് എൻ്റെയോ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, ഓരോരുത്തരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കി ഭാവി പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരണം. ഇപ്പോൾ ചെയർമാനും കൺവീനറും ഒക്കെ ആയിട്ടുള്ള ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥാനങ്ങൾ ഏറ്റെടുത്ത് ഇത് വളരെ ഭംഗിയായി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്